എന്തുകൊണ്ടാണ് CR7 ഈ ഫുട്ബോൾ അവഗണിക്കുന്നത്? ഈ ഫുട്ബോൾ പല താരങ്ങളുടെയും പല ലെജൻസിന്റെയും എപ്പിക് വെർഷൻ ആയിട്ടുള്ള പ്രൈം ടൈമിലുള്ള പല കാർഡുകളും ഇതിനോടകം തന്നെ ഈ ഫുട്ബോളിൽ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഫുട്ബോളിന്റെ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാർഡാണ് CR7 പ്രൈം ടൈമിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാർഡ്. വർഷം 2008 പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, ഗോൾഡൻ ബൂട്ട്, പുസ്കാസ് അവാർഡ്, ബാലൻഡ്യൂർ അങ്ങനെ CR7 നേടാത്തായിട്ടുള്ള ഒരു ട്രോഫി പോലുമില്ല. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഇതെല്ലാം ഒരേ ഒരു വർഷം നേടുന്ന ഏക താരം CR7 തന്നെയാണ്. പ്രൈം ടൈമിലെ 2008 CR7. ഈ ഫുട്ബോളിന്റെ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് CR7 ഈ ഒരു പാക്കാണ്. വെരി കൺട്രോളഡ് ആയിട്ടുള്ള സ്കില്ലുകളും ഒപ്പം തന്നെ ബോഡി സ്ട്രെങ്ത്തിന്റെ കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഒരു വർഷത്തെ CR7 കിക്കിംഗ് പവറിനെ പറ്റി എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അന്നത്തെ CR7 ഏകദേശം 40 യാർഡിന് വരെ ഫ്രീ കിക്ക് ഗോളാക്കിയിട്ടുണ്ട്. CR7 ഹെഡറിനെ പറ്റി സംസാരിക്കുമ്പോൾ അന്നും ഇന്നും CR7 ഹെഡറിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇത്രയും മികച്ച സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ടാലന്റ്, അതും യങ് ടാലന്റ്, ഇദ്ദേഹത്തിന്റെ കാർഡിനായിട്ടാണ് പല ഈ ഫുട്ബോളിന്റെ യൂസേഴ്സും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CR7 ഹേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് CR7 പ്ലേ മേക്കിംഗ് സ്കില്ല് കുറവാണ് എന്നുള്ളത്. എന്നാൽ വർഷം 2008-09 സീസണിലെ CR7 റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ടും പ്ലേ മേക്കർ ആയിട്ടും കളിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു കാർഡ് ഈ ഫുട്ബോൾ ഇറക്കുകയാണെങ്കിൽ അത് ഈ ഫുട്ബോളിന്റെ പല റെക്കോർഡുകളും ഭേദിക്കും. സത്യത്തിൽ 2008 CR7 ഈ ഒരു കാർഡ് ഇറക്കിയാൽ പല ഐക്കോണിക് താരങ്ങളുടെയും കാർഡ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഡിഫെൻഡ് ചെയ്യാൻ. കാരണം CR7 ഏറ്റവും നല്ല പ്രൈം ടൈം ആയിരുന്നു അത്. ഇനിയും എത്ര നാൾ കാത്തിരിക്കണം CR7 ആ ഒരു പ്രൈം ടൈമിലെ കാർഡിനായി? ഈ ഫുട്ബോളിന്റെ പല യൂസേഴ്സും ഇപ്പോഴും ഈ ഒരു കാർഡ് കിട്ടാൻ അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്.